Hello and welcome back to another beautiful episode of Adhi's World. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോയുടെ കൂടെയും ഞാനിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. സോ അവരെല്ലാം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇനിയും മുൻപിലോട്ട് ഇടുന്ന വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരികയൊക്കെ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ തമ്പനയിൽ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഇതിനെ പറ്റി 2 തവണ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും റിസൾട്ടും വെച്ചിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് ആ വീഡിയോയിൽ കുറെ ഡൗട്ട്സ് ചോദിച്ചത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്തത്. ഇപ്പൊ വീണ്ടും ഒരുപാട് ആൾക്കാരിലേക്ക് ആ വീഡിയോ എത്തുന്നതുകൊണ്ട് തന്നെ പലരും ആ വീഡിയോസ് കണ്ടിട്ട് അവർക്കുണ്ടാകുന്ന ഡൗട്ടുകൾ കമന്റിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കമന്റിൽ തന്നെ മാക്സിമം റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇനി വീണ്ടും ആൾക്കാർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണ്ടതായിട്ടുണ്ടെങ്കിലോ ഒക്കെ ഈ വീഡിയോ കുറച്ചുകൂടി ഒന്ന് ഹെൽപ്ഫുൾ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഞാൻ അന്ന് ചെയ്ത വീഡിയോ ഡ്രൈ സ്കിന്നുകാർക്ക് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുകാരെ ഒന്ന് കൺട്രോൾ ചെയ്തെടുത്ത് നമ്മുടെ സ്കിൻ ഒന്ന് അടിപൊളിയാക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഞാൻ അങ്ങനെയാണ് ആ വീഡിയോ ചെയ്തത്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ റോസ് വാട്ടറിനും ഗ്ലിസറിനും മിക്സ് ചെയ്ത് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയിട്ടായിരുന്നു, അതിന്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അതിൽ എടുത്തു പറഞ്ഞത് ഡ്രൈ സ്കിന്നിന്റെ കാര്യമാണ്. പക്ഷെ നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും ഡ്രൈ സ്കിന്നിനും മാത്രമല്ല, എല്ലാ സ്കിന്നുകാർക്കും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓരോ ആൾക്കാർ ചോദിക്കരുത് ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാമോ, കോമ്പിനേഷൻ സ്കിന്നിന് യൂസ് ചെയ്യാമോ, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, കുളിക്കുന്നതിന് മുന്നേ ആണോ, കുളി കഴിഞ്ഞിട്ടാണോ. ചെറിയ രീതിയിൽ ഒരു മൂക്കടപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് സൗണ്ടൊക്കെ ചെറിയ രീതിയിലൊന്ന് മാറിയിരിക്കുകയാണ്, അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ഡൗട്ടുകൾ ആൾക്കാർ ചോദിക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. സോ ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കുറച്ചുകൂടി ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ അത് സെർച്ച് ചെയ്ത് പോകേണ്ട, ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ ഇവിടെ പറയുന്നതാണ് കേട്ടോ. സംഭവം മറ്റൊന്നുമല്ല, ഈ റോസ് വാട്ടറും ഗ്ലിസറിനും ഇൻഡിവിജ്വൽ ആയിട്ട് റോസ് വാട്ടറിനെ പറ്റിയിട്ടും ഗ്ലിസറിനെ പറ്റിയിട്ടും അതെങ്ങനെയാണ് സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഓൾറെഡി ഞാൻ ചാനലിലെ വീഡിയോസ് ആയിട്ട് 2 സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തു, റോസ് വാട്ടറിനെ പറ്റിയും ഗ്ലിസറിനെ പറ്റിയും. സോ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഒരു ഓവർ വ്യൂ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഒരു മോയ്സ്ചറിനെ ആഡ് ചെയ്ത് ലോക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നമുക്കൊരു ഹൈഡ്രേഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡ്രൈ സ്കിന്നിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇതുപോലെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, സ്കിന്നിന് സോഫ്റ്റ് ആക്കാൻ കഴിവുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അങ്ങനെ പല പ്രോപ്പർട്ടീസും കൊണ്ടും എന്താ പറയുക സമ്പുഷ്ടമാണ് നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും. അപ്പൊ ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പല സ്കിൻ പ്രോബ്ലംസും നമുക്ക് എന്താ പറയുക ഒരു പരിധി വരെ കൺട്രോളിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നത് മൂലം നമ്മുടെ ഈ ഡ്രൈനെസ് ഒന്ന് കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്കിൻ ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ 3 സ്പൂൺ എടുക്കുമ്പോൾ 1 സ്പൂൺ ഗ്ലിസറിൻ എടുക്കുക. സോ 1:3 ഗ്ലിസറിൻ 1 സ്പൂൺ, റോസ് വാട്ടർ 3 സ്പൂൺ എടുത്ത് മിക്സ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. 1:3 ആണ് റേഷ്യോ. അതായത് 10 ml ഗ്ലിസറിൻ എടുത്താൽ 30 ml റോസ് വാട്ടർ എടുക്കുക. 1 സ്പൂൺ ഗ്ലിസറിനാണ് എടുക്കുന്നതെങ്കിൽ 3 സ്പൂൺ റോസ് വാട്ടർ എടുക്കുക. അപ്പോൾ ഇതിന്റെ 3 ഇരട്ടി ആയിരിക്കണം, ഗ്ലിസറിൻ എടുക്കുന്നതിന്റെ 3 ഇരട്ടി ആയിരിക്കണം റോസ് വാട്ടർ എടുത്ത് മിക്സ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് ഡ്രൈ സ്കിന്നിന്റെ കാര്യമാണെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ കറക്റ്റ് ആയിട്ട് എന്താ പറയാ ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുളിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ഒരു വെള്ളമയം ഉള്ള സമയത്ത് അപ്ലൈ ചെയ്യുക. മറ്റൊന്നും കണ്ടല്ല, ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഹ്യൂമക്റ്റന്റ് ആണ്. അത് അതിന്റെ ചുറ്റുപാടിൽ നിന്ന്, അതായത് നമ്മുടെ എയറിലെ ഹ്യൂമിഡിറ്റിയിൽ നിന്നൊക്കെ വാട്ടറിനെ അബ്സോർബ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു ഏരിയ, ഒരു ലൊക്കേഷനിൽ ഹ്യൂമിഡിറ്റി അത്രയ്ക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ഗ്ലിസറിൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിന്നിന്റെ ഉള്ളിൽ നിന്ന് വാട്ടർ കണ്ടന്റിനെ വലിച്ചെടുത്ത് വെക്കാനായിട്ട് നമ്മുടെ ഗ്ലിസറിൻ ശ്രമിക്കും. സോ നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ഡ്രൈ ആവാനുള്ള ചാൻസ് ആണ്
ഉണ്ടാവുന്നത്. സോ നിങ്ങൾ കുളി കഴിഞ്ഞ് ആ ഒരു എന്താ പറയാ നമ്മൾ ഈർപ്പത്തോട് നിൽക്കുന്ന ആ സമയത്ത് തന്നെ അത് കുളി കഴിയുന്ന ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രൈ സ്കിന്നുകാരോട് മാത്രമല്ല എല്ലാ സ്കിന്നുകാരും ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ ഒരു അല്പം നനവ് ഉണ്ടാവുന്ന സമയത്ത് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് നെഗറ്റീവായിട്ട് വരും കേട്ടോ. സോ കുളി കഴിഞ്ഞ് നിങ്ങൾ വാഷ്റൂമിൽ കുളി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങുക. സോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ എടുക്കുന്ന സമയത്ത് നമ്മൾ 1:3 എന്നുള്ള റേഷ്യോയിൽ എടുക്കുക. ഇനി നിങ്ങൾ ഇതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്, ഇവിടെ ഓയിലിയും ചീക്സിൽ 2 ഡ്രൈ സ്കിൻ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? 1 സ്പൂൺ ഗ്ലിസറിൻ എടുക്കുമ്പോൾ 4 സ്പൂൺ റോസ് വാട്ടർ എടുക്കുക. 1:4 ആണ് അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1:5 മുകളിലോട്ട് എടുക്കുക. അതായത് 1 സ്പൂൺ ഗ്ലിസറിൻ എടുത്തിട്ട് നിങ്ങൾ ഒരു 5 സ്പൂൺ റോസ് വാട്ടർ ആദ്യം എടുക്കുക. അപ്പൊ 5 സ്പൂൺ റോസ് വാട്ടർ എടുത്തിട്ട് നിങ്ങളൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കിന്നൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് ഭയങ്കര എന്താ പറയുക ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 6 സ്പൂൺ റോസ് വാട്ടർ എടുക്കുക. അപ്പം ഈ റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഓയിൽ അല്ലെ ഒരു ഗ്രീസി ആയിട്ടിരിക്കുന്നത് പോലെ തോന്നാൻ പാടില്ല. അപ്പൊ റോസ് വാട്ടറിന്റെ അളവ് എന്ത് ചെയ്താൽ മതി, കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ ഒരു 5 മുകളിലോട്ട് നിങ്ങൾക്ക് എത്ര സ്പൂൺ അല്ലെങ്കിൽ 1:5 എബോയിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് റോസ് വാട്ടർ എടുക്കാം 5 മുകളിലോട്ട് കേട്ടോ. സോ ആദ്യം ഒരു 1:5 എടുക്കുക, പിന്നെ 5 മുകളിലോട്ട് 6 സ്പൂൺ വേണമെങ്കിൽ എടുക്കുക. അപ്പൊ നിങ്ങൾ റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്തിട്ട് ഓയിലി സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് റോസ് വാട്ടർ എടുക്കുന്നു, ഗ്ലിസറിൻ എടുത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലോ ഫേസിലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഗ്രീസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റോസ് വാട്ടർ ഒഴിക്കുക. അങ്ങനെ വേണം നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതെല്ലാ സ്കിന്നുകാർക്കും സ്യൂട്ടബിൾ ആണ്. കാരണം ഇത് റോസ് വാട്ടറിനും ഗ്ലിസറിനും അതിൻ്റെതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ഇത് രണ്ടും കൂടി വാങ്ങിക്കുന്നതിന് ഒരു 150 റുപ്പീസ് പോലും ആകില്ല. സോ ഇതൊരു അടിപൊളിയാണ്. പിന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം എന്തായാലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡ്രൈ സ്കിന്നിന്റെ കാര്യത്തിൽ ഞാൻ അന്നും ഇന്നും ഉറപ്പ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെതൊരു ഡ്രൈ സ്കിന്നാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രത്തോളം ഇതിൽ നിന്ന് എന്താ പറയാ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അത് അങ്ങനെ പറഞ്ഞത് കേട്ടോ. പക്ഷെ ഇതെല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. പിന്നെ ഒരാൾ ചോദിച്ച ഡൗട്ടായിരുന്നു ഇത് കാലിൽ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു. നിങ്ങൾ കുളി കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കാലൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഒരു സ്കിൻ ഒരു വെറ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ, അതായത് വെള്ളം കോരി ഒഴിച്ചിട്ട് അതിന്റെ പുറത്ത് അപ്ലൈ ചെയ്യാനല്ല, നമ്മൾ വെള്ളത്തിൽ നിന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ തോർത്തെടുത്തതിന് ശേഷം ആ ഒരു സ്പോട്ടിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യുക. സോ കാലൊക്കെ ഒന്ന് കഴുകി ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. ഒരു വെറ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ തന്നെ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ച ഡൗട്ടാണ് റോസ് വാട്ടർ ഗ്ലിസറിനും കോക്കനട്ട് ഓയിലും മിക്സ് ചെയ്ത് തേക്കാമോ എന്നുള്ളത്. സോ അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കറിയാം ഗ്ലിസറിൻ എന്ന് പറയുന്നതും ഓയിൽ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നതും തന്നെ രണ്ടും ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പൊ അത് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഗുണങ്ങളും വേണം, അതുകൊണ്ട് നമുക്കൊരു കംഫർട്ടും വേണമല്ലോ. അപ്പൊ ആ 2 സാധനങ്ങളൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഗ്രീസി ആയിട്ടുള്ള ടെക്സ്ചർ ആയിരിക്കും, ഒരു സ്റ്റിക്കി ടെക്സ്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് നമ്മുടെ ബോഡിയിൽ കുറച്ച് ഡിസ്കംഫർട്ട് ആയിരിക്കും. സോ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട്, കാരണം കോക്കനട്ട് ഓയിലിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ റോസ് വാട്ടറിനും. സോ റോസ് വാട്ടറും ഗ്ലിസറിനും തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ റോസ് വാട്ടർ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരെന്തായാലും പോയി കണ്ടു നോക്കുക. പിന്നെ റോസ് വാട്ടർ പ്യുവർ ആയിട്ടുള്ള റോസ് വാട്ടർ എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. റോസ് വാട്ടറിന് പുറത്ത് സ്റ്റീം ഡിസ്റ്റിൽഡ് അല്ലെങ്കിൽ എന്താ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ പ്യൂരിഫൈഡ് വാട്ടർ, റോസ് വാട്ടർ എന്നൊക്കെയുള്ള പേരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ റോസ് വാട്ടർ വാങ്ങിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരെന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക. സോ ഇതെല്ലാവർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.